There is something undeniably magical about traveling. നമ്മുടെ ഉള്ളിലെ സ്ട്രെസ്സും ആങ്സൈറ്റിയും സങ്കടങ്ങളുമൊക്കെ മറക്കാൻ ഒരുപക്ഷെ ഒരു നല്ല യാത്ര മതി. അപ്പോൾ ഇന്ന് പാർട്ട് 2 ആയിട്ടാണ് വന്നിട്ടുള്ളത്. മൂന്നാർ യാത്രയുടെ സെക്കൻഡ് പാർട്ട് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. മൂന്നാറിൻ്റെ ഹിൽ ടോപ്പിൽ മൂന്നാറിൻ്റെ വ്യൂ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് താഴത്തോട്ട്, അതായത് ഉള്ളിലോട്ട് കയറിയിട്ട് കുറച്ച് താഴത്തോട്ട് നടക്കാനുണ്ട്. ഉള്ളിലോട്ട് പോണ വഴിക്ക് കണ്ട ഒരു കുതിരയാണിത്. നല്ല വെള്ള പ്യുവർ വൈറ്റ് കുതിരയാണ്. കുതിരയുടെ കാലിൽ കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിന് നല്ല രീതിക്ക് സ്പീഡിൽ ഓടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ടോപ്പ് സ്റ്റേഷൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നമുക്കത് ആ സൈഡിൽ പോയി നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. ആൾക്കാർ ഫോട്ടോ എടുക്കണം, ആ ഒരു സൈഡിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാം. സ്റ്റേഷൻ എത്തിയപ്പോഴേക്കും ഞങ്ങളൊരു ചോളമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചോളം വാങ്ങിച്ച് കഴിച്ച് നടക്കുമായിരുന്നു കേട്ടോ. അവിടെ ഭയങ്കര ശക്തിയായിട്ടുള്ള കാറ്റായിരുന്നു കേട്ടോ. കൊടുങ്കാറ്റ് വീശണ പോലെ ഭയങ്കര ശക്തിയായിരുന്നു അവിടുത്തെ കാറ്റിന്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു അവിടെ മരങ്ങളൊന്നും ഇല്ലാതെ വീശുന്ന പുറം പ്രദേശമാണല്ലോ, നിരപ്പായ പ്രദേശം. പിന്നെ അതുപോലെ മഞ്ഞും ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുന്നത് ശരിക്കും പറഞ്ഞൊരു 1 മണി കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ് നമ്മൾ ടോപ്പ് സ്റ്റേഷൻ എത്തുന്നത്. ആ ടൈമിലും ചെറിയ കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. വെയിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല, മഴ സീസൺ ആയതുകൊണ്ടാണ്. പിന്നെ ഓടി ഇറങ്ങി അങ്ങ് പോകും കേട്ടോ. വ്യൂ പോയിന്റിലേക്ക് കയറാനാണ് പാട് പെടുന്നത്. ഇത് നോക്ക്, വലിച്ചടച്ചോ. ഇനി വന്ന വഴി മൊത്തം കയറണം. അങ്ങനെ നമ്മളൊരു 1:30 ആയപ്പോഴേക്കും മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല റിച്ച് സെറ്റപ്പായിരുന്നു, പ്രീമിയം സെറ്റപ്പായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടുത്തെ ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതൊന്നും എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം വിശന്ന് പൊരിഞ്ഞാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത്. അതുകൊണ്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. ഫ്രൈഡ് റൈസ് അല്ല, നൂഡിൽസാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഇനി ഞങ്ങളുടെ ലക്ഷ്യം വട്ടവടയാണ്. മൂന്നാർ വട്ടവട കവർ ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മൂന്നാറിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വണ്ടി വിട്ടത് വട്ടവടയിലോട്ടാണ്. അങ്ങനെ നമുക്ക് മൂന്നാറിലെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് വട്ടവടയിലെ വീഡിയോസൊക്കെ അടുത്ത പാട്ടായിട്ട് കാണാം കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ മൂന്നാറിലെ വിഷ്വൽ ബ്യൂട്ടി. മൂന്നാറിൻ്റെ ശരിക്കുള്ള ഭംഗി നമുക്ക് നേരിട്ട് കണ്ടാലേ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ മൂന്നാർ വിട്ട് വട്ടവടയിലോട്ട് പോകുവാണ്. വട്ടവടയിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പോൾ അതുവരെ ബൈ ബൈ.